വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഇന്ന് രണ്ടാം ഖലീഫയായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ചരിത്രമാണ് ഞാൻ പങ്കുവെക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹം ഒരു അധികാരത്തിൽ വന്നപ്പോൾ നീതിയോടുകൂടി എങ്ങനെ പെരുമാറി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ ഒരു ചരിത്രം. ഒരു പക്ഷേ ഈ ചരിത്രം നിങ്ങൾ കേട്ടവരാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതല്ലാതെ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അതും കൂടി ഒന്ന് പങ്കുവെക്കണേ. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലിരിക്കുമ്പോൾ ഒരു ഈജിപ്തുകാരനായ ഒരു ക്രിസ്ത്യാനി പരാതിയുമായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ പരാതി ഇങ്ങനെയാണ്: ഈജിപ്തിലെ ഗവർണർ എന്നുള്ളത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്നൊരു സ്വഹാബി വര്യനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മകനുണ്ട് ഒരു മുഹമ്മദ്. ഈ മുഹമ്മദ് എന്ന് പേരുള്ള ഈ മകനും ഈജിപ്തിലെ ഈ കൊപ്റ്റിക് വംശജനായ ക്രിസ്ത്യാനിയും തമ്മിൽ ഒരു ഓട്ടപ്പന്തയം വെച്ചു. അങ്ങനെ ആ ഒരു മത്സരത്തിൽ ക്രിസ്ത്യാനി ജയിച്ചു. ഈ ഒരു ഗവർണറായിരുന്ന അംർ ഇബ്നുൽ ആസിൻ്റെ മകൻ പരാജയപ്പെട്ടു. അതോടുകൂടി അംർ ഇബ്നുൽ ആസിൻ്റെ മകൻ പിണങ്ങിയിട്ട് ഇവർ തമ്മിൽ തർക്കമായിട്ട് ഈ മുഹമ്മദ് എന്ന് പറയുന്ന അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹുവിൻ്റെ മകൻ ഈ ക്രിസ്ത്യാനിയെ ചാട്ടവാറുകൊണ്ട് അടിച്ചു. അതായത് ഗവർണറുടെ മകനെ തോൽപ്പിക്കാൻ നീ ആയോ, അതായിരുന്നു അഹങ്കാരത്തിൻ്റെ കാരണം. അങ്ങനെ ഈ വിഷയമാണ് ഈ ഒരു ഖലീഫയുടെ മുന്നിൽ വന്ന് പരാതിയുമായിട്ട് ആര് വന്ന് പറയുന്നത്? ഈ ഒരു മനുഷ്യൻ വന്ന് പറയുന്നത്. ഇതോടുകൂടിയിട്ട് നേരെ മദീനയിലെ ഖലീഫയായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു നേരെ ഈജിപ്തിലേക്ക് ഒരു കത്തയക്കണം. ആ കത്തിലത്തെ ആവശ്യം ഇങ്ങനെയാണ്: അംർ ഇബ്നുൽ ആസും മകൻ മുഹമ്മദും ഉടൻ തന്നെ മദീനയിൽ വരണം, മദീനയിൽ വന്ന് എന്നെ വന്ന് കാണണം എന്നായിരുന്നു ആ കത്തിൽ ആവശ്യം. അങ്ങനെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മകൻ മുഹമ്മദും കൂടിയിട്ട് മദീന പള്ളിയിലെത്തി. മദീന പള്ളിയാണ് അന്ന് ഭരണ ചുമതല. അല്ല കൊട്ടാരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഉമർ റളിയല്ലാഹുവിൻ്റെ വീടുമല്ല ഭരണ ചുമതല, മദീന പള്ളിയാണ്. അങ്ങനെ മദീന പള്ളിയിലെത്തി ഉമർ റളിയല്ലാഹു ചോദിച്ചു, എവിടെ അംർ ഇബ്നുൽ ആസിൻ്റെ മകൻ എവിടെയെന്ന് ചോദിച്ചു. മകൻ അദ്ദേഹത്തിൻ്റെ പിറകിൽ ഒരല്പം പരിഭ്രമത്തോടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഈജിപ്തുകാരനായ ക്രിസ്ത്യാനിയെ വിളിച്ചു വരുത്തി അവിടെ ഒരു വിചാരണ നടന്നു. ആ വിചാരണയിൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹുവിൻ്റെ മകൻ മുഹമ്മദിൻ്റെ കയ്യിൽ തെറ്റുണ്ട് എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുകയും ഒരു ചാട്ടവാറ് ആ ക്രിസ്ത്യാനിയുടെ കയ്യിൽ കൊടുത്തിട്ട് തിരിച്ചടിക്കൂ, ആ അംർ ഇബ്നുൽ ആസിൻ്റെ ഗവർണറുടെ മകനെ തിരിച്ചടിക്കൂ എന്നായിരുന്നു ആരുടെ വിധി? ഉമർ റളിയല്ലാഹുവിൻ്റെ വിധി. ഇത് കേട്ടപ്പോൾ അംർ ഇബ്നുൽ ആസ് ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹം ഈജിപ്ത് എന്ന് പേരുള്ള പ്രവിശാലമായ ആ വലിയ സാമ്രാജ്യത്തിൻ്റെ ഗവർണറാണ്. എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ നീതി നടപ്പിലാക്കുന്നതിൽ ഒരു തരത്തിലുള്ള വിവേചനവും, അത് സമ്പന്നനാണോ അധികാരമുള്ളവനാണോ ഇല്ല, അതൊന്നും ഉമർ റളിയല്ലാഹുവിൻ്റെ നിഘണ്ടുവിലില്ല. അങ്ങനെ ആ ക്രിസ്ത്യൻ ചെങ്ങായി തളരും വരെ തനിക്ക് എത്ര ഇങ്ങോട്ട് കിട്ടിയോ അതേപോലെ ആരടിച്ചു? ഈ മുഹമ്മദ് എന്ന അംർ ഇബ്നുൽ ആസിൻ്റെ മകനെ അടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ഒരു അടിയും കൂടി അടിക്കാനുണ്ട്. ആരെ? ആ ഗവർണറായ അംർ ഇബ്നുൽ ആസിൻ്റെ തലക്കിട്ടൊരു മേട്ടം കൊടുക്കാൻ പറഞ്ഞു. കാരണം അധികാരത്തിൻ്റെ ഹുങ്കിലാണ് അയാൾ അത് ചെയ്തത്. ആ അധികാരത്തിൻ്റെ ഹുങ്ക് ഇയാൾ കാണിച്ചു കൊടുത്തത് കൊണ്ടാണ് ആ മകൻ ഇങ്ങനെ ആയത്. ഇങ്ങനെ നീതി നടപ്പിലാക്കിയ ഒരു ഭരണാധികാരി ഇസ്ലാമിൽ ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരു പക്ഷേ അപൂർവം ചില ആളുകളെ മാത്രമേ കാണുള്ളൂ. ഒരിക്കൽ മദീനയിൽ ഇരിക്കുന്ന ഉമർ റളിയല്ലാഹുവിൻ്റെ അരികിലേക്ക് ഒരു ചങ്ങാതി ഓടിക്കൊണ്ട് വരികയാണ്. വന്ന പാട് ആ മനുഷ്യൻ ചെയ്തത് എന്താണെന്ന് അറിയാം? ഒരു പൊതി എടുത്തിട്ട് ഉമർ റളിയല്ലാഹുവിൻ്റെ നെഞ്ചിനം കണ്ടെറിഞ്ഞു. നെഞ്ചിനണ്ട് വന്ന് കൊണ്ട് നോക്കുമ്പോൾ ആകെ മുടി. അപ്പോൾ ഇയാൾ ഒരു കെട്ട് മുടി പൊതിയിലാക്കിയിട്ട് വന്ന് എറിഞ്ഞതാണ്. അത് ചുറ്റുമുണ്ടായിരുന്ന ആളുകളൊക്കെ വളരെ വളരെ വേഗം ചാടി എഴുന്നേറ്റ്, ഒരു ഖലീഫയോട് എന്താ നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞതാണ്, നിങ്ങൾ നിയമിച്ച ഗവർണർ കാരണം എനിക്കിവിടെ ജീവിക്കാൻ വയ്യ, എന്നെ ചാട്ടവാറ് കൊണ്ടടിച്ചു, എൻ്റെ തല മുണ്ടനം ചെയ്തു, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആരാണ് ആളെന്ന് വെച്ചു? അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു എന്ന പ്രമുഖ സ്വഹാബിയാണ് അവിടുത്തെ ഗവർണർ. അപ്പോൾ ചെറിയൊരു പ്രശ്നം, അദ്ദേഹം ഉടൻ തന്നെ ആ ഒരു ഗവർണറെ വിളിച്ചു വരുത്താണ്. ഖലീഫയായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു വരുത്തിയിട്ട് വിചാരണ നടത്തിയിട്ട് തിരിച്ച് അബൂ മൂസൽ അശ്അരിയുടെ തല മുണ്ഡനം ചെയ്തു. നിങ്ങൾക്കങ്ങനെ പ്രജകളെ പിടിച്ചിട്ട് ശിക്ഷിക്കാനുള്ള അധികാരമില്ല, അനാവശ്യമായിട്ട് നിങ്ങളുടെ അധികാരങ്ങൾ കാണിക്കരുതെന്ന് പറഞ്ഞു. എത്ര മനോഹരമായിരിക്കണം. ഇതിലൊന്നും ആർക്ക് പരാതികളില്ല. അബൂ മൂസൽ അശ്അരിക്ക് പരാതിയില്ല. ഈ കഥയുടെ ഗുണപാഠം എവിടെയാണെന്നറിയോ? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോ അബൂ മൂസൽ അശ്അരിക്കോ ഖലീഫയോട് പരിഭവങ്ങളില്ല. നമ്മുടെ നാട്ടിലൊക്കെ വല്ല സംഘടനയിലോ വല്ല പിഴവുകളുണ്ട് എന്ന് മറ്റൊരു നടപടി എടുത്തു കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് ഓൻ സംഘടനയ്ക്ക് വിരുദ്ധനായി, ഓൻ കുലംകുത്തിയാവും. അതുവരെ കൂടെ കൊണ്ട് നടന്നിരുന്ന പാർട്ടിയോടും കൂടെ കൊണ്ട് നടന്നിരുന്ന സംഘടനയും അപകടത്തിലാക്കുന്ന രഹസ്യങ്ങൾ വിളിച്ചു പറയും. എന്നിട്ട് അവർക്കെതിരെ തിരിയും. ഇവിടെ എന്താ ഉണ്ടായത്? അച്ചടക്കത്തോട് കൂടിയിട്ട് ഖലീഫയായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ വളരെ സ്നേഹത്തോടെ അച്ചടക്കത്തോടു കൂടി ഉൾക്കൊള്ളുക ചെയ്തത്. ഇതല്ലേ ആ ഒരു കഅബ് റളിയല്ലാഹുവിൻ്റെ കഥയും പഠിപ്പിക്കുന്നത്. തബൂക്ക് യുദ്ധത്തിന് പോകാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി. പക്ഷേ 3 സ്വഹാബികൾ പോയില്ല, കഅബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ.
എല്ലാവരും നബിയോട് നുണ പറഞ്ഞു, നിനക്ക് അത് വയ്യ ഇത് വയ്യ അതുകൊണ്ടാണ് വരാത്തത് എന്ന്. എന്നാൽ കഅബ് റളിയല്ലാഹുവിനും കൂടെ ഉണ്ടായിരുന്ന 2 സ്വഹാബികളും സത്യം പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു കാരണവുമില്ല, ഞങ്ങൾ മനഃപൂർവ്വം വരാതിരുന്നതാണ്. അപ്പം അത് നിർബന്ധിത സൈനിക സേവന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കാര്യം അള്ളാഹ് തീരുമാനിക്കണത് വരെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ഉപരോധം ഏർപ്പെടുത്തി. അവരാരും പ്രതിഷേധിച്ചില്ല, നബിയെ ചെയ്തത് ശരിയായില്ല, എന്ത് നബിയാണ് നിങ്ങളൊരു മനുഷ്യനാണ്. അവരത് ശിരസാവഹിച്ചു. കുടുംബക്കാരും ഇണ്ടാതായി, നാട്ടുകാരും ഇണ്ടാതായി, ആരും ഇതൊരു ശിക്ഷയാണ്. ഇവരെത്രത്തോളം അച്ചടക്കമുള്ളവരാണ്. ഒടുവിൽ അള്ളാഹു ഖുർആനിൽ ആയത്തിറക്കിയവരുടെ അവരുടെ തൗബ അള്ളാഹു സ്വീകരിച്ചു എന്ന്. ഇതാണ് അച്ചടക്കം. അത് കണ്ടിട്ടാണ് ആര് പഠിച്ചത്? അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹും അതോടൊപ്പം തന്നെ അംർ ബിൻ ആസ് റളിയല്ലാഹു. ഈ ഹജ്ജിന് എത്തിക്കഴിഞ്ഞാൽ ഉമറുള്ളാഹിന്റെ ഒരു ശൈലിയുണ്ട്. എല്ലാ ഗവർണർമാരോടും വരാൻ പറയും. അങ്ങനെ എല്ലാ ഗവർണർമാരും വന്നു. എല്ലാ ഗവർണർമാരും ഇങ്ങനെ വരിവരിക്ക് നിർത്തും. എന്നിട്ട് ജനങ്ങളോട് പറയും, ഇതാ എൻ്റെ രാജ്യത്തെ ഗവർണർമാരാണ് ഈ നിൽക്കുന്നത്. അപ്പം അന്നത്തെ രീതി എന്ന് വെച്ചാൽ ഖലീഫ മദീനയിലാണ്. ഓരോ പ്രവിശ്യകളാക്കി തിരിച്ചിക്കാൻ. അത് സിറിയയുണ്ട്, ഈജിപ്ത് ഉണ്ട്, അങ്ങനെ ഇറാഖ് ഉണ്ട്. ഓരോ സ്ഥലങ്ങളിലും ഓരോ ഗവർണർ ഉണ്ട്. ആ ഗവർണർക്കാണ് അവിടുത്തെ മുഴുവൻ ഭരണ ചുമതല. സൈന്യങ്ങൾ വരെ ആ ഗവർണറുടെ കീഴിലാണ്. സത്യത്തിൽ ഖലീഫയുടെ കീഴിൽ സൈന്യങ്ങളില്ല, ഈ ഗവർണർമാരുടെ കീഴിലെ സൈന്യങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഗവർണർക്ക് എന്ത് നടപടി എടുക്കാം അധികാരമുണ്ട്. ആ ഗവർണർമാരാണ് ഈ നിൽക്കുന്നത്. ഇതിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയൂ എന്ന് പറഞ്ഞു. അതോടുകൂടി ഒരു ചെങ്ങായി ഇങ്ങോട്ട് വന്നു, ഈ ഖലീഫ് ഈ ഒരു ഗവർണർ എന്നോട് അനീതി കാണിച്ചിട്ടുണ്ട്, എന്നെ ഒരുപാട് ചാട്ടവാറ് കൊണ്ട് അടിച്ചിട്ടുണ്ട്, എനിക്ക് തിരിച്ചടിക്കണം എന്ന് പറഞ്ഞു. അതോടുകൂടി ഉമറുല്ലാഹിന് ഖലീഫ എന്ന ഉമറുല്ലാഹിന് പറയണം, തിരിച്ചടിക്കാം. അപ്പം അംർ ബിൻ ആസ് ചോദിച്ചു, ഇതൊരു തെറ്റായ കീഴ്വഴക്കമാകും. നാളത്തെ ഒരു ഖലീഫമാർ ഈ രീതി തുടർന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഗവർണർമാർ റെസ്പെക്റ്റ് ഇല്ലാതാവും. ഉമറുല്ലാഹിന് പറഞ്ഞു, അങ്ങനത്തെ ഒരു വിഷയമില്ല, എൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ഭരണീയരും ഭരിക്കുന്നവരും ഒക്കെ ഈക്വലാണ്, ഒക്കെ ഒരുപോലെയാണ്, നീതി എല്ലാവർക്കും കിട്ടണം. എന്നിട്ട് ആ ഗവർണറെ ആ മനുഷ്യനെ കൊണ്ട് തിരിച്ചടിപ്പിച്ചു. ഇസ്ലാമിക ചരിത്രത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരി നടപ്പിലാക്കിയ നീതിബോധം, ഇതൊക്കെ അറിഞ്ഞും കൊണ്ട് തന്നെയാണ് ഹബീബായ റസൂലുള്ളാഹി നേരത്തെ വിളിച്ചത് എന്തെന്ന്, ഉമറുൽ ഫാറൂഖ്. സത്യവും അസത്യവും വേർതിരിച്ചെടുക്കുന്ന പ്രകൃതക്കാരനാണ് ആര്? ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൽ 2-3 ചരിത്രങ്ങൾ ഞാൻ പറഞ്ഞു. ഈ ചരിത്രങ്ങളൊക്കെ മുമ്പ് നിങ്ങൾ കേട്ടതാവാം. എന്തായാലും കേട്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അതല്ല ഈ ചരിത്രങ്ങളൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ആ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ചരിത്ര വീഡിയോകൾ വീണ്ടും തുടരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാവണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.